നമസ്കാരം. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് വന്നു ചേരുക. ഓരോ ദിവസവും വ്യത്യസ്തമാണ് എന്ന് തന്നെ പറയാം. ചില ദിവസങ്ങൾ ശുഭകരമാകുമ്പോൾ മറ്റു ചില ദിവസങ്ങൾ അശുഭകരമായി മാറാം. അതിനാൽ തന്നെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പ്രവചിക്കുക അസാധ്യം തന്നെയാണ്. എന്നാൽ തൊടുകുറി ശാസ്ത്രത്തിലൂടെ അത് സാധ്യമാണ് എന്ന കാര്യം ഏവർക്കും അറിയാം. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ 3 ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ്. ആദ്യത്തെ ചിത്രം തുളസിയുടെ ചിത്രമാണ്. രണ്ടാമത്തേത് ശംഖുപുഷ്പവും മൂന്നാമത്തേത് കൂവളവുമാകുന്നു. ഈ 3 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഇഷ്ടദേവതയെ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 3 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദുരിതങ്ങൾ ഒഴിയണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ ചിത്രമായ തുളസിയെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ചില അനാവശ്യമായ ചിന്തകൾ മനസ്സിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മനസമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാത്ത അവസ്ഥ, അനാവശ്യമായ കാര്യങ്ങൾ നടക്കുന്നു. നിങ്ങൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ പോലും ചെയ്യാത്ത പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. നെഗറ്റീവായ ചിന്തകളാൽ ഇങ്ങനെ സംഭവിക്കുന്നതുമാണ്. അതിനാൽ ജീവിതത്തിൽ നെഗറ്റീവായ ചിന്തകൾ വളരെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇത്, അല്ലെങ്കിൽ സംഭവിച്ചിരുന്ന സമയമാണ് ഇത് എന്ന് തന്നെ പറയാം. എപ്പോഴും പോസിറ്റീവായി ഇരിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരോഗ്യം വന്ന് ചേരുക തന്നെ ചെയ്യും. ജോലി ജീവിതത്തിലേക്ക് കടന്നു വരും. അതേപോലെ തന്നെ സാമ്പത്തികം ഉണ്ട് എന്ന കാര്യവും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതാണ്. ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ എല്ലാ ആഗ്രഹങ്ങളും നടക്കണം എന്നില്ല. ചില ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. പ്രത്യേകിച്ചും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ കടാക്ഷം നിങ്ങൾക്ക് ഉണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പല പ്രവൃത്തികളും അത് ശരിയാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും. പെട്ടെന്ന് എടുത്ത തീരുമാനം ചില അവസരങ്ങളിൽ തെറ്റാറുണ്ട് എങ്കിൽ പോലും ഈ അവസരങ്ങളിൽ നിങ്ങളെടുത്ത അത്തരത്തിലൊരു തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ആത്മാർത്ഥതയോടെ തന്നെ മുന്നോട്ട് പോവുക. അത് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അറിയാതെ തന്നെ പല തടസ്സങ്ങളും ജീവിതത്തിൽ നിന്നും അകലും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുന്നതും തൃക്കൈവെണ്ണ വഴിപാട് നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. വ്യാഴാഴ്ച ദിവസം തീർച്ചയായും ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുകയും അതുമൂലം ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങളും വന്ന് ഭവിക്കാം. സന്തോഷ വാർത്തകൾ തേടിയെത്തുവാനുള്ള സാധ്യതകൾ, ശുഭവാർത്തകൾ വന്ന് ചേരാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ആ കാര്യവും വിസ്മരിക്കാതിരിക്കുക. തുളസിയില തിരഞ്ഞെടുത്ത വ്യക്തികളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാനായിട്ടുള്ളത്. രണ്ടാമത്തെ ചിത്രം ശംഖുപുഷ്പമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ചില തുടക്കങ്ങൾ വന്ന് ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. പരിഭ്രമം നിങ്ങൾക്കുണ്ട്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അത്തരത്തിലുള്ള പരിഭ്രമം നിങ്ങളുടെ ജീവിതത്തെ പല രീതിയിലും കുഴപ്പത്തിലാക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. വലിയ നേട്ടങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം തീർച്ച തന്നെയാണ്. വലിയ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ
അതിൽ ചിലത് നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ചില ശുഭകരമായ സൂചനകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറക്കാനാകാത്ത അല്ലെങ്കിൽ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ഭയമുണ്ട്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ചില കാര്യങ്ങൾ നടക്കാത്തതുമായി ബന്ധപ്പെട്ട് നിരാശയുണ്ട്. അതേപോലെ തന്നെ ജീവിതത്തിൽ പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും ദുഃഖങ്ങൾ നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ ദുഃഖങ്ങൾ അവർ നിങ്ങൾക്ക് സമ്മാനിച്ച അവസ്ഥയാണ് ഉള്ളത്. അത് സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഇത്തരത്തിൽ ദുഃഖത്തിന് കാരണമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ദുരിതങ്ങളുണ്ട്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ ദുരിതങ്ങൾ വിട്ടൊഴിയാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളും മുടങ്ങിപ്പോകുന്ന അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അഥവാ അത്തരം സന്ദർഭങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതും നിങ്ങളുടെ മനസ്സ് വല്ലാതെ വിഷമിപ്പിച്ച കാര്യങ്ങൾ തന്നെയാകുന്നു. അല്പം പ്രയാസങ്ങൾ നിങ്ങൾ നേരിടേണ്ടതായ സാഹചര്യങ്ങൾ തന്നെയുണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ടത് ഇതൊരിക്കലും അവസാനമല്ല എന്ന കാര്യമാണ്. ഇപ്പോൾ കഷ്ടതകൾ നിങ്ങൾ അനുഭവിച്ചാലും ഞാൻ ഈ പരാമർശിച്ച കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ദുരിതം നിങ്ങൾക്ക് അനുഭവിക്കേണ്ട സാഹചര്യമുണ്ട് എങ്കിൽ പോലും അത് ജീവിതത്തിൽ നിന്നും ഒഴിയുകയും നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന അഥവാ ഈശ്വര കടാക്ഷത്താൽ പല കാര്യങ്ങളും ദുരിതപൂർണമായ പല കാര്യങ്ങളും അകന്നു പോകുന്ന സന്ദർഭങ്ങൾ തന്നെ വന്നു ചേരാം. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നടക്കണം എന്നില്ല. അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ചില പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ പരിഹരിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും വഴിയെ നിങ്ങൾക്കത് സാധിക്കുക തന്നെ ചെയ്യും. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഈശ്വര ശക്തികൾ നിങ്ങൾക്കൊപ്പമുണ്ട്. അതിനുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാവുക തന്നെ ചെയ്യും. കഠിനതകൾ മാറി ഇഷ്ടദേവത നിങ്ങൾക്ക് ഉയർച്ചകൾ നൽകും. എന്നാൽ എല്ലാം പെട്ടെന്ന് തന്നെ ലഭിക്കണം എന്നില്ല. വഴിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതാണ്. മൂന്നാമത്തെ ചിത്രമായ കൂവളയിലെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ട്, വളരെയധികം പ്രയത്നിക്കുന്നുണ്ട് എന്ന് പറയാം. എന്നാൽ അതിനനുസരിച്ചുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരണം എന്നില്ല. അത്തരത്തിലുള്ള സന്ദർഭമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. അതിനാൽ തന്നെ നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നതുമാകുന്നു. ഉയർച്ച പ്രതീക്ഷിക്കുന്ന രീതിയിൽ വന്ന് ചേരണം എന്നില്ല. എന്നാൽ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അല്ലെങ്കിൽ ഒരു ജോലി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് രക്ഷ നൽകുവാൻ സാധിക്കുന്ന ഒരു കാര്യം ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകും. ആ കാര്യം ശ്രദ്ധയോടെ വീക്ഷിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഏത് കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുവോ ആ കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്നാൽ നമ്മൾ പ്രയത്നിച്ചില്ല എങ്കിൽ ആ കാര്യങ്ങൾ നടക്കണം എന്നുമില്ല. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ഭാവി സുരക്ഷിതമാക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നൽകുന്ന കാര്യങ്ങളായി മാറും. ഏത് കാര്യം ആഗ്രഹിക്കുന്നുവോ ആ കാര്യങ്ങൾ നടക്കണം എന്ന ഉറച്ച ചിന്താഗതിയോടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഭഗവാന്റെ കടാക്ഷം കൂടി ഉള്ളതിനാൽ നടക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. എന്നാൽ ശ്രമങ്ങൾ വേണം എന്ന കാര്യം ഓർക്കുക. ജീവിതത്തിൽ ചില ബന്ധങ്ങൾ വന്നു ചേരാം. അല്ലെങ്കിൽ ചില ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമായി മാറാം. അല്ലെങ്കിൽ ആ ബന്ധങ്ങൾ വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായി മാറാം. അതിനാൽ ഇത്തരം കാര്യങ്ങളും ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. എന്നാൽ പിതൃപ്രീതിയുള്ളവരാണ് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ജീവിതത്തിൽ പിതൃപ്രീതിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ പിതൃക്കളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുകയും അത്തരം പ്രതിസന്ധികൾ ജീവിതത്തിൽ നിന്നും അകന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച അല്ലെങ്കിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ചില അവസരങ്ങൾ വന്നു ചേരാം. അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കാവുന്നതാണ്. പദവികൾ ജീവിതത്തിലേക്ക് തേടി വരും എന്ന കാര്യം ഓർക്കുക. ഉയർന്ന രീതിയിലുള്ള സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അനീതി നേരിട്ടിട്ടുള്ളവരാണ് നിങ്ങൾ. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമതകൾ സമ്മാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ
ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഭഗവാൻ നിങ്ങളോടൊപ്പമുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിച്ച അത്തരം വ്യക്തികൾക്ക് തക്കതായ ശിക്ഷകൾ ഭഗവാൻ തന്നെ നൽകും. എന്നാൽ ഒരിക്കലും അത് കണ്ട് നിങ്ങൾ സന്തോഷിക്കുവാൻ പാടുള്ളതല്ല. അത് പ്രത്യേകം ഓർക്കുക. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും മാറുവാനുള്ള ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും. അത് ശ്രദ്ധയോടെ തന്നെ വീക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്. ഭഗവാന്റെ കടാക്ഷത്താൽ ചില മാറ്റങ്ങൾ, പ്രകടമായ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നും ഫലമായി പരാമർശിക്കുവാൻ സാധിക്കും.